മുല്ലപ്പെരിയാർ എന്നും ഒരു നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമാണ്. പക്ഷേ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതുവരെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച നടന്നെങ്കിലും അത് കാണിക്കാനൊരു വിഷ്വൽ ആരുടെയും കയ്യിലില്ലായിരുന്നു. ഡാം ട്രിപ്പിൾ ലൈനിലെ വിഷ്വലാണ് ഇന്നും മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാണിക്കുന്ന വിഷ്വൽ അതാണ്. അന്ന് അതിൻ്റെ വിഷ്വൽ വന്നപ്പോഴാണ് മുല്ലപ്പെരിയാറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയത്. അതിൻ്റെ പീക്ക് ടൈമിലൊക്കെ ഒരു ദിവസം 50,000 തൊട്ട് 1,00,000 പേര് വരെ വന്ന സമയമുണ്ട് മുല്ലപ്പെരിയാറിൽ. ആരും ബിരിയാണി വാങ്ങി കൊടുത്തിട്ട് വന്നേക്കാനില്ല, സ്വന്തം കാശിന് അവിടെ വന്ന് പ്രതിഷേധം അറിയിച്ച ആൾക്കാരാണ്. അന്ന് നമുക്കതൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു റിസൾട്ടാക്കി മാറ്റാൻ ആർക്കും പറ്റിയില്ല. അതിനുള്ള പൊളിറ്റിക്കൽ വില്ല് നമുക്കില്ലായിരുന്നു. ഇന്നിപ്പം വീണ്ടും ജനങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പം നാളെ ഒരാളെന്ന് പറയാം, ഓക്കെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഡാം പണിയാം, അതോടെ എല്ലാ സമരവും കഴിഞ്ഞു. അത് അവിടെയും ഇത് പണിയുന്ന ഡാം മറ്റേ പാലാരിവട്ടം പാലം പോലെ ആണെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായില്ലേ? അപ്പം ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് വേണം. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ശ്രീധരൻ പറഞ്ഞ പോലെ നമ്മളൊരു എക്സ്ട്രാ ഒരു ടണലൂടെ പണിത് എല്ലാ വെള്ളം, അതായത് ഹൈറ്റ് കുറച്ചുകൂടെ കുറയ്ക്കുക, തമിഴ്നാടിന് വെള്ളം കൊടുക്കുക, അതേസമയം നമുക്ക് ഒരു ഭീഷണി ആവാത്ത രീതിയിൽ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചാൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് മാറും. പക്ഷേ പ്രോബ്ലം വെച്ചാൽ മുല്ലപ്പെരിയാർ ഏരിയ ഇപ്പം പുതിയ ഡാം പണിതാലും അതൊരു എർത്ത് പ്രോൺ ഏരിയയാണ്. എവറി വീക്ക് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ചെറിയ ഉണ്ട്. അപ്പോൾ വലിയ ചലനം ആവാത്തതുകൊണ്ടാണ് ഇത് എപ്പോഴും പേപ്പറിൽ വരാത്തത്. ഓൺ ആൻ ആവറേജ് ഒരു വർഷം 50 എർത്ത് ക്വേക്ക് നടക്കുന്നതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അപ്പം ചിലപ്പോൾ അത് ലെസ് ദാൻ 2 ഒക്കെ ആയതുകൊണ്ടായിരിക്കും അതൊരു വലിയ നോട്ടബിൾ സാധനം ആവാത്തത്. പക്ഷേ എബോവ് 2, എബോവ് 3 ഒക്കെ ആയ കേസുകളുണ്ട്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡാം വേണോ വേണ്ടയോ ഇല്ലതാണ് നമ്മൾ ആലോചിക്കുക. അതോ മലയാളി മൊത്തം ഇന്നോ നാളെയോ ഒരു വാട്ടർ ബോംബ് പൊട്ടി തീരേണ്ടതാണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്.